അപ്പൊ നമ്മൾ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വീണ്ടും സ്കൂളിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ ഫസ്റ്റ് ഡേ എന്നുള്ളത് എല്ലാവരും എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. ഒബ്വിയസ്ലി ഭയങ്കര സന്തോഷമായിരിക്കും, കാരണം ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയും ഒക്കെ കാണാനൊക്കെ പറ്റിയതുകൊണ്ട് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരിക്കും എന്നുള്ള കാര്യമാണ് സിന് വിചാരിക്കുന്നത്. അപ്പൊ എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ വേഗം തന്നെ സർ പറഞ്ഞ പോലെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. പിന്നെ ഒരുപാട് കുട്ടികൾ പുതിയ സ്കൂളിലേക്ക് വന്നവരുണ്ടാവും, പുതിയ ക്ലാസ്സിലേക്ക് അല്ലെ, ഡിവിഷനൊക്കെ മാറി ഫ്രണ്ട്സിനോടൊക്കെ പിരിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പൊ എനിവേ ഈ ഒരു വർഷം നിങ്ങൾ എന്ത് ചെയ്യണം, അടിപൊളിയായിട്ട് നല്ല ഫുൾ പോസിറ്റീവ് എനർജിയോട് കൂടി പഠിക്കുക. നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവും മക്കളെ. ഇപ്പൊ വീഡിയോ അവസാനം വരെ കാണണം. നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അതായത് ഈ ഒരു വർഷം നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ആ ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പൊ ആദ്യത്തെ കാര്യം എന്ന് പറയുന്ന മക്കളെ, നിങ്ങൾ എല്ലാവരും ഓൾ പാസിലൂടെ അങ്ങനെ പോയി ചാടി 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 പോകുന്ന ആളുകളായിരുന്നു. ഇത്രയും നാളും ഭയങ്കര സുഖമായിരുന്നു. നമുക്ക് 9ാം ക്ലാസ് കഴിഞ്ഞാൽ 10ാം ക്ലാസ്, മറ്റേ 7ാം ക്ലാസ് കഴിഞ്ഞാൽ 8ാം ക്ലാസ് ആണ് പറഞ്ഞാൽ നമുക്ക് സുഖമായിട്ട്. 8ാം ക്ലാസ്സിൽ മാത്രം ഒന്ന് പതറി. അതായത് 8ലെ ആനുവൽ എക്സാമിൽ 30% മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത കുട്ടികളെ പരാജയപ്പെടുത്തുകയും, പക്ഷെ അവർക്കൊരു അവസരം കൊടുത്തു, റീ എക്സാം എന്നുള്ള രൂപത്തിൽ ഒരു അവസരം കൊടുത്ത് എല്ലാവരെയും മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇനി ചിലപ്പോൾ അത് നടക്കാൻ ചാൻസ് ഇല്ല. 5ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ക്ലാസ്സുകളിൽ എല്ലാ വിദ്യാർത്ഥികളെയും വിജയിപ്പിക്കുന്ന ഓൾ പാസ് സമ്പ്രദായം ഇനി ഇല്ല എന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. ഇത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. എത്രത്തോളം യാഥാർത്ഥ്യം ഉണ്ട് എന്നുള്ള അറിയില്ല, എങ്കിലും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വാർത്ത എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് ഒന്ന് എന്റെ കുട്ടികളെ ശ്രദ്ധിച്ചോ, കാരണം ആദ്യം മുതലേ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവസാന നിമിഷം എല്ലാം കൂടി ഇരുന്ന് കഷ്ടപ്പെട്ട് പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. അപ്പൊ നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ മുതലേ തുടങ്ങണം. ഓക്കെ. പിന്നെ ഓൾ പാസ് ഇല്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ, മിനിമം 30% എങ്കിലും മാർക്ക്, 30% മാർക്കെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ് അടുത്ത വർഷത്തേക്ക് കടക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതില് ഇതുവരെ എന്ന് പറഞ്ഞാൽ സി മാർക്ക് കിട്ടുമായിരുന്നു ഫ്രീ ആയിട്ട് അല്ലെ. ടീച്ചർമാരെല്ലാവരും നമ്മുടെ കണ്ണിൽ ഉണ്ണിയായ ടീച്ചർമാരെന്ത് ചെയ്യും, നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ഒരു മാർക്കൊക്കെ കുറച്ചാലായി അല്ലെ, ഫുൾ മാർക്ക് തന്നെ സി മാർക്ക് തരാറുണ്ടായിരുന്നു. ഇനി ആ ഫുൾ മാർക്ക് കിട്ടിയാൽ പോലും നമുക്ക് പരീക്ഷയിൽ 30% മാർക്ക് ഇല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പാസ്സാകാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് ഇപ്പൊ സ്റ്റാർട്ടിംഗ് ആണ്. നിങ്ങൾക്ക് അടിപൊളിയായി ക്ലാസ്സുകൾ നമ്മൾ തരുന്നുണ്ട്, നമ്മുടെ ബാച്ചുകളിലൂടെ തരുന്നുണ്ട്. എല്ലാവരും എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഓരോ ക്ലാസ്സിനും നമ്മൾ ബാച്ചുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു തുടങ്ങാം. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഏത് ലൈവ് വെക്കുകയാണെങ്കിലും അല്ലെ, ഇവരുടെ നിരന്തരമായിട്ടുള്ള കമന്റ്സ് ആണ്. മിസ്സേ അല്ലെങ്കിൽ സാറേ, ഇന്ന് ഈ പ്രാവശ്യം ഓണപരീക്ഷ ഉണ്ടാവോ, ക്രിസ്മസ് പരീക്ഷ ഉണ്ടാവോ വല്ലവരും കിട്ടിയോ? നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ. ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ഈ കുട്ടികൾക്ക് ഇപ്രാവശ്യം വരുത്തുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാന്നൊക്കെ പറയാനായിട്ട്. അപ്പൊ ആ കമ്മിറ്റിയുടെ ശുപാർശയില് ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും വേണ്ട എന്നുള്ള രീതിക്കാണ് ശുപാർശ പോയിട്ടുണ്ടായിരുന്നത്. ഒരു എക്സാം ഉണ്ടാവും കേട്ടോ, അങ്ങനെയായിരുന്നു ശുപാർശ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് 2 എക്സാം ആയിരുന്നു. അതായത് പബ്ലിക് എക്സാം മാത്രല്ല, ഒക്ടോബറിൽ ഒരു എക്സാം, പിന്നെ ലാസ്റ്റ് പബ്ലിക് എക്സാം. ഓണപരീക്ഷയും ക്രിസ്മസും രണ്ടുപേരും കൂടെ ഒരു പരീക്ഷ അങ്ങനെ ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പൊ അതിനുശേഷം ആനുവൽ എക്സാം എന്തായാലും ഉണ്ട്, അതെന്തായാലും വേണമല്ലോ. യെസ്. അപ്പോ 3 എക്സാം ഉള്ളത് 2 എക്സാം ആയിട്ട് ചുരുക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇനിയും എന്ത് ചെയ്യാണ്ട് വിദ്യാഭ്യാസ മന്ത്രി അത് ഒരു കൺഫർമേഷൻ നമുക്ക് തന്നിട്ടില്ല. അത് തന്നിട്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ഉറപ്പായിട്ട് അങ്ങോട്ട് പറയാനായിട്ട് സാധിക്കുള്ളൂ. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു വാർത്ത സ്കൂൾ വാർത്തയിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ അതിൽ ഇങ്ങനെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ വർഷം ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും ഉണ്ടാകില്ല എന്നാണ് അതിൽ പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്കിത് എത്രത്തോളം അത് വിശ്വസിക്കാൻ പറ്റും എന്ന് നമ്മള് ഹാപ്പി ആവാൻ വരട്ടെ. പല കുട്ടികൾക്കും എക്സാം ഇല്ല എന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. പക്ഷേ പേഴ്സണലി പരീക്ഷ നടത്തണം എന്നാണ് ഞങ്ങളുടെ ഒക്കെ ആഗ്രഹം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതാണ് മക്കളെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവാ. നിങ്ങളൊന്ന് ആലോചിക്കുകയെ, 2 പരീക്ഷയിൽ നിങ്ങൾ ഇതെല്ലാം കൂടെ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതാണോ, അല്ലെങ്കിൽ ഓണപരീക്ഷ ക്രിസ്മസ് പരീക്ഷ എന്ന് പറയുമ്പോൾ ഓണപരീക്ഷയ്ക്ക് കുറച്ചേ ഉണ്ടാവുള്ളൂ അധികം പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം കൂടെ ഒരുമിച്ച് പഠിക്കേണ്ടി വരും. അപ്പൊ അത് ആക്ച്വലി ബുദ്ധിമുട്ടല്ലേ. പരീക്ഷ ഉണ്ടായാലേ വെക്കേഷൻ ഉണ്ടാവുള്ളൂ. ഓക്കെ. പിന്നെ അത് കൂടാതെ നിങ്ങളോട് പറഞ്ഞിരുന്നായിരുന്നു, ഈ ഒരു അധ്യയന വർഷം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ 2 ആഴ്ച നമുക്ക് പുസ്തകം അടച്ചു വെച്ചിട്ടുള്ള പഠനമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ എന്തൊക്കെയാണ് പഠിക്കുക എന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ പരിസര ശുചീകരണം, ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ, കായികം, കൃഷി, നല്ല പെരുമാറ്റം, റോഡ് നിയമങ്ങൾ, പോക്സോ നിയമം എന്നിങ്ങനെ കുഞ്ഞുങ്ങൾ അറിയേണ്ട സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളായിരിക്കും ആദ്യത്തെ 2 ആഴ്ചകളിൽ പഠിപ്പിക്കുക എന്നുള്ളൊരു നിർദ്ദേശം ഉണ്ടായിരുന്നു. അപ്പൊ അതും കൃത്യമായിട്ട് നിങ്ങൾ എല്ലാ ക്ലാസ്സിലും എന്ത് ചെയ്യണം,
അറ്റൻഡ് ചെയ്യണം. ഇവർക്കുള്ള പ്രശ്നം എന്താ അറിയോ, മിസ്സിന് അറിയാം. അതറിയാം. മറ്റേ ടീച്ചർമാര് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല, സ്കൂളിൽ പോകേണ്ട ആവശ്യമില്ല. ടെക്സ്റ്റ് ബുക്ക് ഒന്നും പഠിപ്പിക്കുന്നില്ല. അവിടെ കുറെ ബോധവൽക്കരണ ക്ലാസ്സുകളാണ്. അത് പോയില്ലേലും പ്രശ്നമൊന്നുമില്ല. പരീക്ഷക്ക് അങ്ങനെ വിചാരിക്കരുത്. ഇപ്പൊ ഈ പോക്സോ കേസ് എന്തായാലും ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല നോളജ് ഉണ്ടായിരിക്കണം. അപ്പൊ അതൊക്കെ പറഞ്ഞിരുന്ന ഇപ്പൊ ചിലപ്പോ ടീച്ചേഴ്സ് ഒക്കെ വേറെ ആരെങ്കിലും ചിലപ്പോ ടീച്ചേഴ്സിനെയും പറഞ്ഞിരുന്നാവാ. എല്ലാ കാര്യങ്ങളും നമുക്ക് വീട്ടിൽ നിന്ന് ചിലപ്പോൾ കിട്ടൂല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, സ്കൂളിൽ നിന്നും പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് നമ്മൾ സ്കൂളിൽ നിന്ന് തന്നെ പഠിക്കണം. നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങളുടെ ലൈഫിൽ അത് വളരെയധികം ഗുണം ചെയ്യും. ഇനി ഇത് കൂടാതെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസും കൂടെ, ഇത് മനോരമയിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ സ്കൂൾ ടൈമിൽ ചെറിയൊരു മാറ്റമുണ്ട്. അതായത് ഇവിടെ അരമണിക്കൂർ കൂട്ടിയിട്ടുണ്ട്. അതായത് രാവിലെ ഒരു 15 മിനിറ്റ് സ്കൂൾ ടൈം കൂട്ടിയിട്ടുണ്ട്, വൈകുന്നേരം ഒരു 15 മിനിറ്റും കൂട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാർ ഇനി മുതൽ 9:45 മുതൽ വൈകിട്ട് 4:15 വരെ ആയിരിക്കും നമ്മുടെ സ്കൂൾ സമയം എന്ന് പറയുന്നത്. അതായത് നമ്മളെ മൈബോസിലല്ല കിങ് ലെയറിൽ അല്ലേ, ഒരു 5 മിനിറ്റ് പഞ്ചിന് മുമ്പും 5 മിനിറ്റ് പഞ്ചൗട്ടിനും അവർ കൂട്ടിയ പോലെ. പക്ഷെ നമ്മൾ ആരും അറിയില്ല, ഒരു 15 മിനിറ്റ് വീതം നമ്മൾ എന്ത് ചെയ്യുന്നു, ഒന്ന് ജസ്റ്റ് കൂട്ടിയിട്ടുണ്ട്. മക്കളെ നിങ്ങളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. യെസ്. അപ്പോൾ ഇവിടെ ഹൈസ്കൂളിൽ 7 ശനിയും UP-യിൽ 2 ശനിയും ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു കൊല്ലത്തിൽ ആകെ 7 ശനിയാഴ്ച 2 ശനിയാഴ്ച മാത്രമെന്നല്ല, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വായിക്കാം. എവിടെയാണോ വരുന്നത്? യെസ് നോക്കട്ടെ. തുടർച്ചയായി 6 പ്രവൃത്തി ദിനങ്ങൾ വരാത്ത വിധം 7 ശനിയാഴ്ചകളിൽ കൂടി ക്ലാസ് ഉണ്ടാകും. ആകെ 205 പ്രവൃത്തി ദിവസങ്ങളായിരിക്കും ഉണ്ടാവുക. UP ക്ലാസ്സുകളിൽ തുടർച്ചയായി 6 പ്രവൃത്തി ദിനങ്ങൾ വരാത്ത വിധം 2 ശനിയാഴ്ചകൾ കൂടി ഉൾപ്പെടുത്തി 200 പ്രവൃത്തി ദിനമാക്കിയിട്ടുണ്ട്. LP ക്ലാസ്സുകളിൽ പൊതു അവധികളും ശനിയാഴ്ചകളും ഒഴികെയുള്ള 198 പ്രവൃത്തി ദിനങ്ങളാണുള്ളത്. അങ്ങനെ പ്രവൃത്തി ദിവസങ്ങളുടെ എണ്ണവും കൂട്ടിയിട്ടുണ്ട്. അതായത് കുറച്ചധികം നമ്മൾ കഷ്ടപ്പെടണം, അതിനനുസരിച്ചുള്ള പരീക്ഷയും ഉണ്ടാവും കേട്ടോ. അപ്പൊ അത് ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വിദ്യാഭ്യാസ നിലവാരം കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുള്ളത്. അപ്പൊ എന്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല അറിവുള്ള കുട്ടികളായിട്ട് തന്നെ വളരാനായിട്ട് സാധിക്കും. നല്ല അല്ലെ, നമുക്കിപ്പോ പലർക്കും കോമ്പറ്റേറ്റീവ് എക്സാംസിലൊന്നും മര്യാദയ്ക്ക് നല്ല മാർക്ക് കിട്ടാത്തത് ഈ ഒരു ടൈമിലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ശരിയല്ലാത്തതുകൊണ്ടാണ് അല്ലെ. അപ്പൊ പല സ്റ്റേറ്റുകളിലും അവർ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ LP ലെവൽ മുതൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അടിത്തറ നന്നായിട്ട് പാകി കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ സ്റ്റേറ്റ് അതിൽ കുറച്ച് പിറകിലാണെന്നുള്ളതാണ്. ഒരുപാട് ഫുൾ മാർക്കുകൾ ഉണ്ട്, പക്ഷേ എൻട്രൻസിൽ ഒരു ഓൾ ഇന്ത്യ ലെവലിൽ റാങ്ക് കിട്ടുന്നത് അത് അപൂർവമാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ വരുന്നുള്ളൂ. അതിന്റെ കാരണം ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഇനി എന്റെ കുട്ടികൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവരുത്. ഇപ്പൊ ഈ ചെറുപ്പത്തിലെ മുതൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനോട് ഇങ്ങനെ എന്താ പറയാ, നമ്മൾ അതിനോട് ശീലമായി കഴിഞ്ഞിരിക്കണം. നമുക്കൊരു പഠനം എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാതെ അത് നിങ്ങളൊരു ഹാബിറ്റ് ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരുണ്ട് മക്കളെ? നമ്മൾ കൂടെ ഉണ്ട്. എക്സാമിന്റെ ഫാമിലി എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഓരോ ക്ലാസ്സിലും നമ്മൾ ബാച്ചുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക, ബാച്ചിൽ ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക. ഇനി ഇത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം കൂടെ മിസ്സിന് പറയാനുണ്ട്. നമ്മൾ എന്തായാലും ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബാച്ചിലെ ക്ലാസ്സും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ അടിച്ചു പൊളിച്ച് പഠിച്ചു തുടങ്ങാൻ പോവാണ്. ഈ ലൈവും നമ്മുടെ ഇന്നത്തെ ബാച്ച് ഓറിയന്റേഷൻ ആരും മിസ്സാക്കി കളയരുത്. എല്ലാവരും മാക്സിമം ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് വരണം. എങ്ങനെയാണ് ബാച്ചിലെ ക്ലാസ്സുകൾ കാണാനും ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതും കൃത്യമായിട്ട് നമ്മൾ ഇന്നത്തെ ബാച്ച് ഓറിയന്റേഷനിൽ പറയും. പലരും ഈ ബാച്ച് ഓറിയന്റേഷൻ അറ്റൻഡ് ചെയ്യില്ല, എന്നിട്ട് ക്ലാസ് തുടങ്ങിയതിനു ശേഷം കിട്ടുന്നില്ല, ക്ലാസ് കാണാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറയും. അപ്പൊ ബാച്ചിൽ ജോയിൻ ചെയ്തവരും ചെയ്യാത്തവരും നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, ഇന്നത്തെ ബാച്ച് ഓറിയന്റേഷൻ എന്തൊക്കെയാ ഉണ്ടാവാന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ? മിസ്സുമാര് വെറുതെ അല്ലേ പുളി അടിച്ചാണെന്നൊക്കെ അറിയണല്ലേ, ഈ സാധനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എവിടെയാണെന്ന് അറിയണ്ടേ? അപ്പൊ അതെല്ലാത്തിന്റെ സത്യാവസ്ഥ ഇന്ന് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പൊ ആരും മിസ്സാക്കരുത്. ഇന്ന് രാത്രി കൃത്യം 7:30 കാണാം.